പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ സിസ്റ്റത്തിൽ പ്രതിഭാഗത്തിന് എപ്പോഴും ഒരു വക്കീലിൽ ഉണ്ടായിരിക്കണം. അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു അറേഞ്ച് ചെയ്യും. ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്താ സംഭവിച്ചത്? എല്ലാവരും പറയും എന്തിനാണ് അഫാൻ എന്തായാലും ചെയ്തതിന് തെളിവുകളുണ്ടല്ലോ, തൂക്കി കൊന്നാൽ പോരെയും ചോദിക്കും. അഫാന്റെ ഒരു കേസിൽ മാത്രം നമുക്ക് ഇങ്ങനെ നിയമത്തിന്റെ വശങ്ങൾ എടുത്ത് മാറ്റാൻ പറ്റില്ല. നിയമ ചട്ടക്കൂടുകൾ വേണ്ടുന്നത് ഏതെങ്കിലും ഒരു അവസരത്തിൽ പ്രതിയായിട്ട് ആരോപിക്കപ്പെടുന്ന ഒരാളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ, ഞാൻ അഫാനെ കുറിച്ചല്ല പറയുന്നത്, പ്രതിയായി ആരോപിക്കപ്പെടുന്ന ഒരു ശരിയുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ ഭാഗം പറയാനുള്ള റൈറ്റാണ് നമ്മൾ എടുത്ത് മാറ്റുന്നത്. അപ്പോൾ സമൂഹം ആരെയാണ് പ്രതിയാക്കുന്നത് അയാൾക്ക് സുഖമായിട്ട് അയാളെ ശിക്ഷിക്കാനും വാദിഭാഗത്തിന് സുഖമായി ഇറങ്ങിപ്പോകാനും സാധിക്കും. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും തുല്യവും നീതിയുക്തമായിരിക്കണം വിധികൾ അല്ലെങ്കിൽ ശിക്ഷകൾ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് വാദിയുടെയും പ്രതിയുടെയും ഭാഗത്ത് വക്കീലന്മാരുണ്ടാവേണം എന്ന് കോടതി ശാസിക്കുന്നത്. അതൊരു സിവിൽ സൊസൈറ്റിയുടെ ബാധ്യതയാണ്. ആ ബാധ്യതയെ നമ്മൾ മനസ്സിലാക്കാതെ ഞങ്ങൾക്ക് വിട്ടുതരൂ, ഞങ്ങൾ അവനെ വെടിവെച്ച് കൊല്ലാം എന്ന് പറയുന്നത് ഒരു മോഡേൺ സിവിലൈസ്ഡ് സൊസൈറ്റി ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അഫാന്റെ വക്കീലിനെയും ഒരുപാട് ആളുകൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ലിഞ്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഇവിടെ അഡ്വക്കേറ്റിന്റെ ഒരു പ്രവൃത്തി, അതിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഡ്വക്കേറ്റുമാർക്ക് അവരുടെ മുമ്പിൽ പ്രതികളായിരിക്കില്ല, അവരുടെ ഒരു കക്ഷിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഏതൊക്കെ പോലെ പോവുക എന്നുള്ളതാണ് അഡ്വക്കേറ്റിന്റെ ഒരു ധർമ്മം. ഇപ്പൊ ഒരു ഡോക്ടറുടെ ചുമതല എന്താണ്? ഇപ്പോൾ കൊടും കുറ്റവാളി ഇപ്പൊ അഫാൻ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ തള്ളിക്കളയാമായിരുന്നു. പക്ഷെ അവിടെ മനുഷ്യരാണ്, അവിടെ പ്രതിയോ വാദിയോ എന്നുള്ളതില്ല. അതുപോലെ തന്നെയാണ് അഡ്വക്കേറ്റിനും അവിടെ അവർക്ക് മുമ്പിലുള്ള കക്ഷികൾ എത്രയും ഏത് രീതിയിലൊക്കെ സഹായിക്കാൻ പറ്റുമോ, പക്ഷെ അതേ രീതിയിൽ അവർക്ക് സഹായം നൽകുക എന്നുള്ളതാണ് അവിടെ വേണ്ടത്. നേരത്തെ പറയുമ്പോൾ തന്നെ അഡ്വക്കേറ്റിന് കുറെ രീതിയിൽ അതിനകത്ത് വ്യക്തിപരമായിട്ടും ഇത്തരത്തിലുള്ള ഇത് വരുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പറയുന്നൊരു കാര്യം, അദ്ദേഹത്തിന്റെ ധർമ്മം അത് കൃത്യമായിട്ട് ചെയ്യും. അപ്പം സ്വാഭാവികമായിട്ട് അറിയിക്കേണ്ടത് അഡ്വക്കേറ്റിനെയാണ്. അത് ഇവിടെ നടന്നിട്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അഫാൻ ആയിക്കോട്ടെ, ഇതിന് പകരം ഇപ്പോൾ ആരോപണം എന്ന് ഒരു സാധാരണ ചെയ്യാത്തൊരു കുറ്റത്തിന് ഒരു പ്രതി വരികയാണെങ്കിൽ അയാളെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആരോട് ചോദിക്കണം? ഇപ്പോൾ കുറെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടണം. നിയമം അഫാന് ഇപ്പോൾ നമ്മുടെ ഒരു മാധ്യമപ്രവർത്തന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് നിയമം അഫാന് ശിക്ഷ വിധിക്കട്ടെ, അതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. സാധാരണക്കാരെപ്പോഴും അവരുടെ വശം വൈകാരികമായിട്ട് ചിന്തിക്കുന്നതാണ്. നമ്മളും മാനുഷിക വികാരങ്ങളുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു സീറ്റിലിരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരാണെങ്കിൽ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആണെങ്കിൽ ഡോക്ടർ ആണെങ്കിൽ അവരുടേതായ കടമകളുണ്ട്. ആ രീതിയിൽ മാത്രമേ നമുക്ക് പ്രതികരിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ അവസ്ഥ കൂടി ഈ ഒരു രംഗത്തുള്ളവരുടെ അവസ്ഥകൾ കൂടി സാധാരണക്കാർ മനസ്സിലാക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്.